എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് ആയിട്ടാണ്, അതായത് പൊതി പൊറോട്ട. അപ്പൊ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ജാഞ്ചേട്ടൻ കഴിക്കുന്നതായിട്ട്. അപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് രണ്ട് തരത്തിൽ കാണിക്കുന്നുണ്ട്. അതായത് വെജിറ്റേറിയൻകാരെ നമുക്ക് പണിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ ഞാൻ വെജിറ്റേറിയൻ ആണെന്ന്. അപ്പൊ വെജിറ്റേറിയൻ വെർഷൻ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ വെർഷനും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നാടൻ സ്റ്റൈലില് പാസ്ത ഒരുപാട് പേര് ട്രൈ ചെയ്തു, ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും വീഡിയോ കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിച്ചിട്ട് ഇങ്ങനെയാണ് രുചികരമായിട്ടുള്ള പൊതി പൊറോട്ട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൊതി പൊറോട്ട അല്ലെങ്കിൽ കിഴി പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ചിക്കനിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പൊതി പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അതേസമയം നിങ്ങൾക്ക് ബീഫ് കറി ഉണ്ടാക്കാം, മട്ടൻ കറി ഉണ്ടാക്കാം, എന്താണ് ഇഷ്ടം. അതേപോലെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മഷ്റൂം വെച്ചിട്ടുണ്ടാക്കാം, സോയ വെച്ചിട്ടുണ്ടാക്കാം, പൊട്ടറ്റോ വെച്ചിട്ടുണ്ടാക്കാം. എന്താണെങ്കിലും ഒരു മസാല ഗ്രേവി ഉണ്ടാവണം, പൊറോട്ട ഉണ്ടാവണം, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചിക്കനാണ്. 1 കിലോ ചിക്കൻ. 1 കിലോ ചിക്കൻ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതേസമയം ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ടും ചെയ്യാം. അപ്പം ആദ്യം തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിക്കുക. എന്നിട്ട് നന്നായി വാഷ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന ഒട്ടും വെള്ളമില്ലാത്ത ചിക്കന്റെ പീസസ് ആണിത്. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കേണ്ടത് ചെറിയുള്ളി. ഒരു 20 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3 കറിവേപ്പില, പിന്നെ ഇത്രയും ഒരു പീസ് ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക്. ഇതാദ്യം തന്നെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് കുരുമുളകും പെരിഞ്ചീരകം കൂടി ഇടാനുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഈ ഓരോ ചെറിയുള്ളിനെയും ജസ്റ്റ് 2ആയിട്ട് മുറിക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളിനെ അപ്പൊ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, പാത്രത്തിലോട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് തേങ്ങ ഇല്ല ഈ കറിയിൽ, പക്ഷെ തേങ്ങ ഇല്ലാതെ വറുത്തരിക്കുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക്, മൊത്തത്തിലുള്ള കുരുമുളക് ഇടുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ മൊത്തത്തിലുള്ള കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനം കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഗോൾഡ് കളർ ആവുന്ന വരെ ഈ സംഭവം ഒന്ന് വാട്ടിയെടുക്കണം. നമ്മുടെ ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം ചെറിയൊരു ഗോൾഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി തീ കുറയ്ക്കണം. അതിനുശേഷം ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നല്ലേ? അങ്ങനെ വെച്ചാൽ ഒരു കാര്യം ചെയ്തോളൂ. ചെറിയുള്ളിക്ക് പകരം മറ്റു 1 സവാള മാത്രം വളരെ നൈസാക്കി അരിഞ്ഞിട്ട് സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി. ബാക്കി 2 സവാള നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഉള്ളത് കാരണമാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെറിയുള്ളിയിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി. സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. നന്നായിട്ട് വഴറ്റണം. അതിന്റെ പച്ചമുളക് നന്നായിട്ട് മാറണം. 1 മിനിറ്റോളം മുളക് പൊടി ഇട്ട് വഴറ്റിയതിന് ശേഷം വേണം ഇതിലോട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇനി ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ. നോർമലായിട്ട് ഞാൻ മല്ലിപ്പൊടി അധികം ഇടാറില്ല, പക്ഷെ വറുത്തരച്ച ചിക്കൻ കറി ആയതുകൊണ്ട് മല്ലിപ്പൊടി നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ തന്നെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന പൊടി ഗരം മസാലയാണ്. ഗരം മസാല ആദ്യം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ അവസാനം കുറച്ചും കൂടി നമുക്ക് ഗരം മസാല ആവശ്യമായിട്ട് വരും. ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതങ്ങ് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ചൂടാറി കഴിഞ്ഞിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് മഷി പോലെ അരയ്ക്കണം. ഇതിന്റെ പച്ചമുളക് മാറിയെന്ന് ഉറപ്പ് വരുത്തണേ, അല്ലെങ്കിൽ ആ മസാലയുടെ പച്ചക്കൂത്ത്, പ്രത്യേകിച്ചും ഈ മല്ലിപ്പൊടിയുടെ പച്ചമണം മുന്നോട്ട് നിൽക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എങ്കിലും ഞാൻ എടുത്തു പറയുന്നത് ആദ്യമായി എന്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പോലെ അരച്ചിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ നമ്മുടെ മസാല അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സവാള തക്കാളിക്ക് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ്. അതുപോലെ തന്നെ 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ ഈ സവാള വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് ഗോൾഡ് കളർ ആയിട്ടുണ്ട്. കരിയാൻ പാടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണേ. നല്ല ഗോൾഡ് കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. അത് തക്കാളിയുടെ പുളി അനുസരിച്ച് തക്കാളിയുടെ എണ്ണം മാറ്റം വരുത്തണം. ഒരുപാട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ 1.5 തക്കാളി മതിയാവും. ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത തക്കാളി അതുകൊണ്ട് 2 മീഡിയം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം.
ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വെള്ളം കുറവ് പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല. നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതായത് നമ്മുടെ തക്കാളി ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. തുറന്നതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവത്തിന് ആവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് എന്ത് ചേർത്ത് കൊടുക്കണം? ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് 3-4 മിനിറ്റ് നമുക്കിതങ്ങ് ഇതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ കിഴി പൊറോട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഫ് കറി വെച്ചിട്ടോ മട്ടൻ കറി വെച്ചിട്ടോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ റെസിപ്പി വെച്ചിട്ടോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഞാൻ ലിങ്ക് തരാം. നമ്മുടെ ബീഫ് കറിയുടെയും മട്ടൻ കറിയുടെയും സോയ കറിയുടെയും പൊട്ടറ്റോ കറിയുടെയും മഷ്റൂം കറിയുടെയും കേട്ടോ. അപ്പോൾ ഏതാണോ താല്പര്യം അതനുസരിച്ച് ആ കറി ഉണ്ടാക്കുക. ഞാൻ പറയാൻ പോണ പോലെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇതെൻ്റെ സബ്സ്ക്രൈബറും ഫ്രണ്ടുമായ പാർവതി ഷെയർ ചെയ്ത റെസിപ്പിയാണ് കേട്ടോ. ഈ ചിക്കൻ കറിയുടെ പാർവതിയുടെ അമ്മയുടെ റെസിപ്പിയാണ്. കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഞാൻ വരുത്തിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ സെയിം പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു പാർവതി. ഞാൻ കഴിഞ്ഞ ദിവസം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ജാൻചേട്ടനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പീസ് ഉണ്ടെങ്കിൽ അവർ ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇത് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന മസാല ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനത് തണുത്തതിന് ശേഷം അരച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഷി പോലെ അരയ്ക്കാൻ മറക്കരുത്. ഇനി നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ചേർക്കുന്നുള്ളൂ. ഇത് നല്ലോണം ഗ്രേവി വേണം കേട്ടോ. കാരണം നമുക്ക് പൊറോട്ടയിലേക്ക് ഒഴിക്കേണ്ടതല്ലേ. ഗ്രേവി ഉള്ളൊരു കറിയാണ്. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ പൊറോട്ടയ്ക്ക് അല്ലാണ്ട് നോർമലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് വരട്ടിയെടുക്കാൻ സൂപ്പറാണ്. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അത് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം തുറന്ന് വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് നന്നായി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് കുക്ക് ആയിക്കോളും. പിന്നെ അതിനുശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റോളം അത് ഹൈ ഫ്ലെയിമിൽ തന്നെ തുറന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഞാൻ അടച്ച് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാൻ മറക്കരുത്. മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റണം. ഞാൻ പറഞ്ഞ പോലെ ഒട്ടും വെള്ളം കുറവ് പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് കുക്കാവട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറിയിൽ ഇങ്ങനെ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ളിൽ ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറച്ച് ഗ്രേവി വേണ്ടതായതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കണം കേട്ടോ. നമ്മൾ പൊറോട്ടയിൽ കുതിർത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഗ്രേവി വേണം. ഒരു ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് കുക്കാവണം. പിന്നെ ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി എണ്ണ തെളിയുന്നവരെ ഇത് കുക്ക് ചെയ്തെടുക്കണം നമുക്ക് കേട്ടോ. അപ്പോൾ 3 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിതിലോട്ട്. കുറച്ചും കൂടെ കുക്കാവേണ്ട അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒന്ന് മുറിച്ച് നോക്കാൻ മറക്കരുത്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇത് ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അളവ് ഈ ചാറ് വേണം. അതുകൊണ്ട് ഒരുപാട് ചാറ് അങ്ങ് വറ്റിക്കേണ്ട. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ആകെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഉപ്പിൻ്റെ അളവ് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. എരിവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ പച്ചമുളക് മുറിച്ചിടാം. അതല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് ചതച്ചിടാം. എന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം അതിലോട്ട് നമുക്ക് ഇപ്പം നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാലയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി വീണ്ടും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കണം. ഇപ്പോൾ ഗരം മസാല നിങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞത്, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ ഒരു പകുതി തക്കാളി, അതിലത്തെ കുരുവെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അത് ഈ പറഞ്ഞ പോലെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. അപ്പം നിങ്ങൾക്ക് ഉള്ളി കാച്ചുണ്ടാകുന്നുണ്ടെങ്കിൽ ഉള്ളി വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിക്കണമെങ്കിൽ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു ചെറിയൊരു മധുര ടേസ്റ്റ് വരും, ഒരു ചെറിയ സ്വീറ്റ്നെസ് വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടേസ്റ്റ്. പക്ഷേ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. നോർമലായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് കാച്ചി ഒഴിക്കാം. സോസ് പാൻ അടുപ്പത്ത് വെക്കുക. ഈ സോസ് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഏത് ഓയിലാണെങ്കിലും ആ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു 10 ചെറിയുള്ളി നൈസാക്കി എറിഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തവർ ഈ സംഭവം ഒഴിവാക്കാം. കടുക് കാച്ചി ഒഴിച്ചാലും മതി. കടുകും കറിവേപ്പിലയും പറ്റൽമുളകും കാച്ചി ഒഴിച്ചാലും മതി കേട്ടോ. ചെറിയുള്ളി ഉള്ള കാരണം ചെറിയുള്ളി ഇടുന്നതാണ്. ചെറിയുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ നോക്കുമ്പോൾ എല്ലാ റെസിപ്പിയും ഏകദേശം എല്ലാ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെയാണ് അല്ലേ. പക്ഷേ അത് ചേർക്കുന്ന വിധം, ചേർക്കുന്ന അളവ് ഒക്കെ നമ്മുടെ ടേസ്റ്റിനെ ബാധിക്കും. ഓരോ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ മല്ലിപ്പൊടിയുടെ അളവ് കൂട്ടിയിട്ട് കൊടുത്താൽ വേറെ ടേസ്റ്റ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കേരള റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നതെല്ലാം ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോന്നിലും അതിൻ്റെതായ അളവിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ടേസ്റ്റിൽ നല്ല മാറ്റം വരും.
എനിക്ക് ചെറുപ്പത്തിൽ തോന്നിയുള്ളൊരു ഡൗട്ടായിരുന്നു, ഏത് റെസിപ്പി നോക്കിയാലും സെയിം സംഭവം തന്നെയാണല്ലോ, പിന്നെന്താ. പക്ഷെ നമ്മൾ ഇതുപോലെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ല ഗോൾഡ് കളർ ആവട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല ഗോൾഡ് കളർ ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ച് നേരം. ഇപ്പം ഇത് രാവിലെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. രാവിലെ ഉണ്ടാക്കിയതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ കറി ഉണ്ടല്ലോ മക്കളെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം കിഴി കെട്ടിയാൽ മതി, അപ്പോഴാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഈ ചിക്കൻ കറി റെഡിയാക്കി അങ്ങ് വെക്കാം. അപ്പോൾ ആ ചിക്കൻ്റെ പീസസിലോട്ടൊക്കെ നന്നായിട്ട് അങ്ങ് മസാലയൊക്കെ പിടിച്ചോളും. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം കുറച്ച് നേരം. ആഹാ, നമ്മുടെ ചിക്കൻ കറി നോക്കൂ കുട്ടികളെ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിനും ഇങ്ങനെ കുറുകി ചാറുണ്ട്, പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഞാൻ കഴിക്കുന്നില്ല കേട്ടോ, നവരാത്രി തുടങ്ങിയില്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഇത് എന്തിൻ്റെ കൂടെയാണ് അത് കഴിക്കാൻ പോകണമെന്ന് അറിയുമ്പോൾ, എൻ്റെ പൊതി പൊറോട്ട എന്ന് പറഞ്ഞാൽ സാമ്പാർ പൊതി പൊറോട്ടയാണ്. സ്പെഷ്യലാണ്. എൻ്റെ ഒരുപാട് ചെറുപ്പകാലത്ത് ഓർമ്മകളുള്ളതാണ് ഈ സാമ്പാർ പൊതി പൊറോട്ട എന്ന് പറഞ്ഞ സംഭവം. അതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇത് ചേട്ടനും പിള്ളേർക്കൊക്കെ കൊടുക്കാം നമുക്ക്. അപ്പോൾ 2 തരത്തിൽ പൊതി പൊറോട്ട നമുക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ പൊതി പൊറോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിയുന്ന രീതിയാണ് വ്യത്യാസം കേട്ടോ. സെയിം സംഭവം തന്നെയാണ്. കിഴി പൊറോട്ട എന്ന് പറഞ്ഞാലും പൊതി പൊറോട്ട എന്ന് പറഞ്ഞാലും ചെയ്യുന്നതൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ കെട്ടുന്ന രീതി മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഒഴിച്ചിട്ടുള്ള പൊതി പൊറോട്ടയും അതുപോലെ തന്നെ സാമ്പാർ വെച്ചിട്ടുള്ള പൊതി പൊറോട്ടയും നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ ചിക്കൻ കറി വെച്ചിട്ടുള്ള പൊതി പൊറോട്ട ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പൊറോട്ട ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ട അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചിക്കൻ കറി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കറിയാണോ അത് ആദ്യം നല്ലോണം ചാറ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇല വാട്ടിയതാണേ. നിങ്ങളുടെ അടുത്ത് ഇല ഇല്ലെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം ചാറ് വേണം, എന്നാലേ ഇത് കുതിരുള്ളൂ. ഇപ്പോൾ 3 ഞാൻ വെക്കുന്നുണ്ട്, 2 വെച്ചാലും മതിയാകും. അപ്പോൾ ഞാൻ ജാഞ്ചേട്ടന് വേണ്ടിയിട്ടുള്ള പൊതി പൊറോട്ട കെട്ടാനാണ്. അപ്പോൾ ഇനി ഇതിന്റെ മുകളിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. കുറച്ച് തക്കാളി അങ്ങ് ചെറുതാക്കി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പച്ചമുളക് ഒന്ന് കടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സവാള എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. വട്ടത്തിലോ നീളത്തിലോ ചെറുതായിട്ടോ എങ്ങനെയാണെങ്കിലും. അപ്പോൾ അത് സവാള ഒന്ന് സ്റ്റീം ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റിലോട്ട് വരും. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ അതിൻ്റെ പുറത്ത് കുറച്ചൊന്ന് കുരുമുളക് പൊടി വിതറി കൊടുക്കാം. പിന്നെ ഗരം മസാല വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഗരം മസാല ഒന്നും ഇടുന്നില്ല, കുരുമുളക് പൊടി ഒരു തരി. എന്നിട്ട് അതിലോട്ട് നല്ല സോഫ്റ്റ് പൊറോട്ട അങ്ങ് വെച്ച് കൊടുക്കാം. സോഫ്റ്റ് അല്ലെങ്കിൽ ഹാർഡായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിൽ അങ്ങ് കോരി ഒഴിക്കാം. അപ്പം നല്ല ഈ ഗ്രേവി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ 3 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അഥവാ തിക്കായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് വീണ്ടും 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ബീഫ് കറി ആണെങ്കിലും മട്ടൻ കറി ആണെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ പോലെ തന്നെ ചെയ്യാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഭാവനനുസരിച്ച് ചെയ്തോളൂ. വേണമെങ്കിൽ ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇടാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത പൊറോട്ട അങ്ങോട്ട് വെക്കുന്നു. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് സവാള വെക്കുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധങ്ങളൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഇതിനങ്ങ് പൊതിയാം. അപ്പോൾ പൊതി പൊറോട്ട ആണെങ്കിൽ പൊതിയാ, കിഴി പൊറോട്ട ആണെങ്കിൽ കിഴിയാക്കുക. വാട്ടി ഇല ആയിരിക്കണം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. വാട്ടിയിട്ടില്ലെങ്കിൽ ഇല ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇല എന്ത് വെച്ചും ഇല അങ്ങ് പൊട്ടിപ്പോവേ. വാട്ടിയിരിക്കുന്ന ഇലയായിരിക്കണം. എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ വള്ളി കൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിലുള്ള നൂല് വെച്ചിട്ട് കെട്ടിയാലും മതി. അപ്പം ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കട്ടെ. അതിനുശേഷം നമുക്കിത് 10 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി സാമ്പാർ പൊതി പൊറോട്ട ഉണ്ടാക്കാം. അത് നമുക്ക് പൊതിയാം അല്ലേ. അപ്പോൾ ഇവിടെ കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു കഷ്ണം ഞാൻ വെച്ചതാണ് ഇല. ഇവിടെ കിട്ടുന്ന ഇലയൊക്കെ ഒരുവിധപ്പെട്ടത് കീറുന്നതാണ്. അപ്പോൾ അതിലോട്ട് ഞാനിവിടെ പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സാമ്പാർ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം. 4 മണിക്ക് വിശക്കുമ്പോൾ 4 മണി 6 മണിയാകുമ്പോൾ ഞാൻ പറയും അമ്മ എനിക്ക് വിശക്കണമെന്ന് പറയും. അപ്പോൾ അമ്മ കുട്ടേട്ടനെ ചന്ദ്രൻ ചേട്ടൻ പീടിയിലോട്ട് വിടും. അപ്പോൾ അവിടെ നമ്മുടെ വീട്ടിലത്തെ സാമ്പാറും ചന്ദ്രൻ ചേട്ടൻ പൊറോട്ടയും. എന്നിട്ട് ഇങ്ങനെ ആഹാ ഇപ്പോഴും എന്തൊരു ഓർമ്മയാണെന്നറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ചന്ദ്രചേട്ടൻ ജീവിച്ചിരിപ്പില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓർമ്മകൾ വരുമ്പോൾ കഴിക്കും. അപ്പോൾ പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ 2 പൊറോട്ട വെക്കുന്നുള്ളൂ കേട്ടോ. 3 പൊറോട്ട ഒന്നും കഴിക്കാനുള്ള വയറില്ല. അപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ ഒരു പൊറോട്ടയും കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ നവരാത്രി സ്പെഷ്യലായിട്ട് സാമ്പാർ പൊതി പൊറോട്ട നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ഏത് പൊറോട്ടയിലും കുഴപ്പമൊന്നുമില്ല.
അത് സാമ്പാർ നിറയെ ഉണ്ടാവണം കേട്ടോ, എന്നാലും ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവുള്ളൂ. നമുക്കിനി ഇത് പൊതിഞ്ഞ് നോക്കാം. ഇതാണ് കുറച്ചും കൂടെ എളുപ്പം കേട്ടോ മറ്റേനേക്കാൾ. കെട്ടാം, അതും ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ അടുത്തത് പൊതി പൊറോട്ട ചിക്കൻ വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊതി ചെയ്യുന്നതാണ് എളുപ്പം കുറച്ചും കൂടെ. മറ്റേത് ചെയ്യുമ്പോൾ കുറച്ച് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്താൽ മതി. സെയിം ടേസ്റ്റ് തന്നെയാണ്, അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതും ഞാൻ സ്റ്റീം ചെയ്യട്ടെ. ഞാൻ സാമ്പാർ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്, മറ്റേത് ഓൾറെഡി സ്റ്റീം ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പൊതി പൊറോട്ട നമ്മുടെ ജാൻചേട്ടൻ വരാണ്ട് കഴിച്ച് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സാമ്പാർ പൊറോട്ട ഒന്ന് ഓപ്പൺ ചെയ്യാം. 10 മിനിറ്റ് ഞാൻ സ്റ്റീം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ലഞ്ച് ഇതാവട്ടെ. കുതിർന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം പാവപ്പെട്ടവൻ്റെ എന്നെ പോലുള്ളവരുടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വന്തം സാമ്പാർ പൊതി പൊറോട്ട കാണാനൊന്നുമില്ല, എന്നാലും ആ ഒരു സോഫ്റ്റ്നെസ്സും. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഉള്ളിൽ ഇതാ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഒരു കഷ്ണം കൂടെ എടുക്കുക, എന്നിട്ട് അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റാണ്. എന്നിട്ട് അതേ കൂട്ടത്തിൽ കൂടെ ഒരു പച്ചമുളക് ഇങ്ങനെ എടുക്കുക, ഇത്തിരി സവാള എടുക്കുക, നമ്മുടെ തക്കാളി കുട്ടിയുടെ കുറച്ചും കൂടി എടുക്കുക. എന്നിട്ട് പക്ഷെ ഇതാർക്കും കൊതിയൊന്നും വരാൻ ചാൻസ് ഇല്ലേ, കാരണം സാമ്പാർ എല്ലാവരും വീട്ടിലുള്ളതാണ്. എന്നാലും എനിക്ക് ഭയങ്കര കൊതി. അമ്മേ, പൊതി പൊറോട്ട കഴിച്ചു നോക്കുന്നുണ്ട്. ഞാൻ സാധാരണ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലടാ. ഇത് വാഴല ഇതെല്ലാം കൂടി വന്നപ്പോണ്ടല്ലോ മക്കളെ. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഈ ഇല കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, ഉള്ളത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറി സംഭവം ചേട്ടൻ ടേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ നവരാത്രി ആയിട്ട് എനിക്ക് സാമ്പാർ കഴിക്കുന്ന നിവൃത്തിയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ പ്രീതിക്കും കൊടുക്കാം. എങ്ങനെയാണ് അഭിപ്രായം ചോദിക്കാട്ടെ, അവൾ മിക്കവാറും ഇരിഞ്ഞ് ചാവും. ഇത് ആൾക്കാർക്ക് കാണുന്ന വില ഉണ്ടാവില്ല അല്ലേ, പക്ഷെ ഇത് കഴിച്ചു നോക്കുമ്പോൾ അറിയുള്ളൂ. സാമ്പാർ പൊറോട്ടയാ. ആഹാ, നമ്മുടെ സാമ്പാർ സൂപ്പർ അല്ലേ. അപ്പം താങ്ക് യു. അപ്പൊ ചേട്ടൻ വന്നിട്ട് അടുത്ത ടേസ്റ്റ് നോക്കി ചേട്ടാ. അങ്ങനെ നമ്മുടെ ജാൻ ചേട്ടൻ വന്നിരിക്കുന്നു. ലുക്ക് കിട്ടണമെങ്കിൽ ഇത്ര പൊറോട്ട അതാണ് ആവശ്യമുള്ള കഴിച്ചാൽ മതി. 3 കഴിക്കണം, ഒരു നിർബന്ധമില്ല. അവിടെ ഫോട്ടോ എടുക്കട്ടെ. തുടങ്ങിക്കോളൂ കുട്ടി. അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് മൃണാള് കഴിക്കണ പോലെ എടുക്കാലോ. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ ചേട്ടൻ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കിന്ന് ജാൻ ചേട്ടനെ വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ജാൻ ചേട്ടൻ എന്താ പൊതി പൊറോട്ടൊക്കെ കഴിച്ച് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാൻ ചേട്ടാ പറഞ്ഞോ, എല്ലാരും ട്രൈ ചെയ്ത് നോക്കാൻ. അവരുണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.